അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാൻ പോവുകയാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. കഴിഞ്ഞ 2 തവണയായിട്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന BJPക്ക് ഇത്തവണ ഭരിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ശാസ്ത്രമംഗലത്ത് വെച്ച ശ്രീലേഖയോ അല്ലെങ്കിൽ കൊടുങ്ങാറ് വെച്ച VV രാജേഷോ ആയിരിക്കും. VV രാജേഷ് ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവ്. എന്തായാലും അതൊരു ചരിത്രപരമായ വിജയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം BJP ശക്തമായ പ്രകടനം അവിടെ നടത്തി, ശക്തമായ വർക്ക് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അവർ വിജയിച്ചു. ആ വിജയത്തെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതിലെങ്ങനെയാണ് എന്ന ചോദ്യത്തിലേക്ക് ഇനി CPM പോകേണ്ടിയിരിക്കുന്നു. CPM തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതും ശക്തമായ പ്രശ്നം ഉണ്ടായിരുന്ന 2010-ലും 2015-ലും ഒരിക്കൽ പോലും താഴെ പോകാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇപ്പോൾ BJPയുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വയം വിമർശനം നടത്തേണ്ടത് CPM തന്നെയാണ്. കോൺഗ്രസ് പിടിച്ച വോട്ട് BJPക്ക് സഹായകരമായോ എന്ന ചോദ്യം അത് മറ്റൊരു ചോദ്യമാണ്. കഴിഞ്ഞ 2 തവണയായിട്ട് ചിത്രത്തിൽ ഇല്ലാതിരുന്ന കോൺഗ്രസ് ഇത്തവണ ശക്തമായ ഒരു പെർഫോമൻസ് നടത്തി. അതിന്റെ ഭാഗമായിട്ട് അവർ ചില ഇടങ്ങളിൽ ജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ 10 താഴെ മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ 2 അക്കത്തിലേക്ക് എത്തുകയും 3-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. 3-ാം സ്ഥാനത്ത് തന്നെയാണ് കഴിഞ്ഞ, പക്ഷെ മികച്ചൊരു പ്രകടനം കോൺഗ്രസ് നടത്തി. അതിന്റെ ഒരു ഇമ്പാക്ട് കൂടി BJPയുടെ വിജയത്തിനകത്ത് ഉണ്ടായിരുന്നു. LDF പരാജയപ്പെട്ടിടത്തെല്ലാം കോൺഗ്രസിന്റെ ഒരു മികച്ച പ്രകടനം ഉണ്ടായിരുന്നു, UDFന്റെ ഒരു മികച്ച പ്രകടനം ഉണ്ടായിരുന്നു. അതിന്റെ ഇമ്പാക്ട് LDFന്റെ പെർഫോമൻസിനെ ബാധിച്ചു എന്ന് വേണം എടുത്തു തന്നെ പറയാം. എന്തൊക്കെയായാലും മറ്റുള്ളവരുടെ പെർഫോമൻസിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് അടുത്ത ഇലക്ഷനിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സ്വയം വിമർശനം നടത്തേണ്ടത് LDF ആണ്. ആ കാര്യത്തിൽ മുന്നേ വരാം. പ്രധാനപ്പെട്ട കാര്യം BJPയുടെ വിജയമാണ്. BJPയുടെ ഈ വിജയത്തോടെ ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട്. 2026-ൽ BJPക്ക് ഒരു MLA കേരള നിയമസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചു വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് 4 നിയമസഭാ മണ്ഡലങ്ങളാണ് വരുന്നത്. 1 തിരുവനന്തപുരം തന്നെയാണ്, 2ാമത് കഴക്കൂട്ടമാണ്, 3 വട്ടിയൂർക്കാവാണ്, 4 നേമമാണ്. പിന്നെ കോവളം നിയമസഭാ മണ്ഡലത്തിന് ചില ഭാഗങ്ങൾ ചേർത്താണ് ആ 101 വാർഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർഡുകളിലെ പെർഫോമൻസ് വളരെ നിർണായകവുമാണ്. ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 2026 നിയമസഭാ ഇലക്ഷനിൽ നേമം നിയമസഭാ മണ്ഡലത്തിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും BJP വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BJPക്ക് ശക്തമായ എതിരാളി ഉള്ളത് വട്ടിയൂർക്കാവ് മാത്രമാണ്. വട്ടിയൂർക്കാവിൽ മുൻ മേയർ ബ്രോ ആയിട്ടുള്ള VK പ്രശാന്ത് ആണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള വാർഡുകളിൽ പോലും ശക്തമായ പെർഫോമൻസ് BJP കാണിച്ചിട്ടുണ്ടെങ്കിലും VK പ്രശാന്ത് ഒരു മികച്ച MLA ആയതുകൊണ്ട് തന്നെ ശക്തമായ പെർഫോമൻസ് അവിടെ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടുള്ള മത്സരം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിന് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. അത് നോക്കുമ്പോഴത്തേക്കും നേമവും കഴക്കൂട്ടവും BJPക്ക് ശക്തമായ സാധ്യതയുള്ള മണ്ഡലങ്ങളായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം ഇപ്പോൾ നിലവിൽ ആന്റണി രാജു MLA ആണ് അവിടുത്തെ ജനപ്രതിനിധി. അവിടെയും ശക്തമായ ഒരു മത്സരം BJP കാഴ്ചവെക്കാനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 2026 ഇലക്ഷനകത്ത് K മുരളീധരൻ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഏത് മണ്ഡലം ഇതൊരു തീരുമാനമായിട്ടില്ല. വട്ടിയൂർക്കാവ് തന്നെയായിരിക്കും. മുൻപ് 2 തവണ അദ്ദേഹം മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് വട്ടിയൂർക്കാവ് തന്നെയായിരിക്കും. പക്ഷെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഇവിടെ ഇപ്പോൾ ഈ ഇലക്ഷന്റെ ഫലം പരിശോധിക്കുമ്പോഴത്തേക്കും 2025-ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും BJPക്ക് 2 സീറ്റ് 2026-ലെ കേരള നിയമസഭയിൽ ഉറപ്പിക്കാമെന്ന് എടുത്തു തന്നെ പറയാം. തിരുവനന്തപുരത്തിന് പുറത്ത് BJPയുടെ വിജയം അത്ര ആശാവഹമാണോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവർ മികച്ച പ്രതീക്ഷ പ്രതീക്ഷിക്കുന്ന പലയിടങ്ങളിലും പുറമോട്ടിറങ്ങിയിരിക്കുകയാണ്. 2024 ലോക്സഭാ ഇലക്ഷനിൽ മികച്ച വിജയം നേടിയ തൃശ്ശൂരിൽ BJPക്ക് വമ്പൻ തിരിച്ചടിയാണ്. സുരേഷ് ഗോപിയുടെ ഇമേജ് തകർന്നു എന്ന ചോദ്യം അനുഭവം ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വിജയമാണ് BJPക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് BJPക്ക് വരയ്ക്കാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചടി വന്നിട്ടുള്ള LDF തന്നെയാണ്. സ്വയം ചിന്തിക്കേണ്ടത്, സ്വയം വിമർശനം നടത്തേണ്ടതും LDF തന്നെയാണ്. എവിടെയാണ് പോയെന്ന് ചിന്തിക്കേണ്ട LDF ആണ്. കാരണം നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് LDF ജയിച്ചുകൊണ്ടിരുന്ന പലയിടങ്ങളിലും BJP ജയിച്ചു. അതുകൊണ്ട് തന്നെ സ്വയം വിമർശനം നടത്തിയേ പറ്റത്തുള്ളൂ LDFന്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും 2026-ൽ നേമത്തും കഴക്കൂട്ടത്തും, നേമം നിയമസഭാ മണ്ഡലത്തിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും BJP 1-ാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. ഒരു 90% ചാൻസ് എന്ന് പറയാം. അടുത്ത 6 മാസം കൊണ്ട് എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായാലേ വലിയ അത്ഭുതം സംഭവിക്കത്തുള്ളൂ. ആ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ BJPക്ക് 2 MLA-മാർ ഇപ്പോഴേ ഉറപ്പിക്കാം. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 10-15 സീറ്റ് അല്ലെങ്കിൽ 35 സീറ്റ് എന്ന രീതിയിലൂടെ BJP എത്താറായിട്ടില്ല. പക്ഷെ ഇതിനും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2026-ൽ വീണ്ടും LDF അധികാരത്തിൽ വന്നായിരുന്നെങ്കിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞാൽ. അങ്ങനെയായിരുന്നെങ്കിൽ BJPക്ക് കയറി വരാനുള്ള വലിയ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പാത ഈ ഇലക്ഷൻ ഫലം മൂലം തകർന്നടിഞ്ഞിട്ടുണ്ട്. അവർക്ക് ജയിക്കാൻ പറ്റുന്ന 2 MLA-മാരെ കിട്ടുമായിരിക്കും. പക്ഷേ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ശക്തിയായി കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് K സുരേന്ദ്രൻ പറഞ്ഞ പോലെ 35 സീറ്റുമായിട്ട് ഭരണം ആര് പിടിക്കുന്നു, ആര് ഭരിക്കണം ഞങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞ പോലത്തെ ആ അവസ്ഥയിലേക്ക് എന്തായാലും BJP ഉടനെ എത്താൻ പോകുന്നില്ല എന്ന് കൂടി ചിന്തിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഫലം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
തിരുവനന്തപുരത്തിന് പുറത്ത്, തിരുവനന്തപുരം നഗരത്തിന് പുറത്ത് വ്യക്തമായ രീതിയിൽ UDF LDF തന്നെ തമ്മിലാണ് മത്സരം. BJP അങ്ങനെ സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൂടി പരിശോധിക്കുമ്പോഴത്തേക്കും 35 സീറ്റ് അല്ലെ സംസ്ഥാനത്തെ ഭരണ നിർണായക ശക്തി എന്ന നിലയിലേക്ക് BJP വളരാൻ പോകുന്നില്ല. അതിന് ഇനിയും സമയമെടുക്കും. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് വീണ്ടും 2026 LDFന്റെ വമ്പം വിജയമായിരുന്നെങ്കിൽ BJPക്ക് വേണ്ടി 31ലോ 36ലോ വേണമെങ്കിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയെ മാറാൻ പറ്റുമായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോഴത്തെ പുതിയ ഇലക്ഷൻ ഫലം പരിശോധിക്കുമ്പോഴത്തേക്കും അത് BJPക്ക് തിരിച്ചടി കൂടിയാണ്. 2 MLA അവർക്ക് തിരുവനന്തപുരത്ത് കിട്ടുമെങ്കിലും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് BJPക്ക് വളരാനുള്ള ചാൻസ് ഇല്ലാതാക്കിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ജയം വന്നിട്ടുള്ളത്. എന്തൊക്കെയായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് മികച്ച വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് പുറത്ത് സംസ്ഥാനത്തൊട്ടാകെ UDFന് തരംഗമാണ് ഉണ്ടായിട്ടുള്ളത്. LDFന് വൻ തിരിച്ചടിയാണ്. സ്വയം വിമർശനം നടത്തേണ്ടത് LDF തന്നെയാണ്.